നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാ കേക്കുകൾക്കും ബേസായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്കാണ്. അത് നമ്മൾ മിക്കവാറും എല്ലാ കേക്കുകളിലും സ്പോഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരുപാട് പേര് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഓയിൽ കുറച്ചിട്ടും ഓയിൽ ഇല്ലാതെയും ഒക്കെ കേക്ക് ഉണ്ടാക്കി കാണിക്കുമെന്ന്. അപ്പോൾ ഓയിൽ ഒട്ടും തന്നെ ചേർക്കാത്ത ഒരു കേക്കിൻ്റെ ബേസാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ അത് നമ്മൾ ബീറ്റർ വെച്ചിട്ടും മിക്സി വെച്ചിട്ടും ചെയ്ത് കാണിക്കുന്നുണ്ട്. 3 തരം കേക്കുകളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ബീറ്റർ വെച്ച് നമ്മുടെ ഓവൻ ഇല്ലാതെ നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കി, ഇത് ബീറ്റർ വെച്ച് ഓവനിൽ നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കി, മിക്സിയിൽ ഓവൻ ഇല്ലാതെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കുറച്ച് കേക്ക് പരീക്ഷണങ്ങളും ഒക്കെയാണ്. ഇതെല്ലാം എല്ലാ കേക്കുകൾക്കും ബേസായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുമ്പേ നമ്മുടെ ചിക്കൂസ് ലൈൻ ഗീവ് അവേ നടക്കുന്ന കാര്യം അറിയാമായിരിക്കുമല്ലോ. അറിയാത്തവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ജൂലൈ മാസത്തേക്കുള്ള എൻട്രികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അയക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അയച്ചോളൂ. അപ്പോൾ നമുക്ക് ഒട്ടും ഓയിൽ ചേർക്കാത്ത വാനില കേക്കിൻ്റെ ഒരു ബേസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമുക്ക് ഓയിൽ ഫ്രീ കേക്ക് ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് മൈദ എടുക്കാം. അതിൽ നിന്ന് നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ അങ്ങ് എടുത്ത് മാറ്റുകയാണെങ്കിൽ നന്നായിട്ട് വടിച്ചിട്ടങ്ങ് എടുത്ത് മാറ്റാം. അപ്പോൾ അതിന് പകരമായിട്ട് 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു കേക്ക് 5 ഇഞ്ചിൻ്റെ ട്രെയിലും 6 ഇഞ്ചിൻ്റെ ട്രെയിലും ഒക്കെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ 6 ഇഞ്ചിൻ്റെ ട്രേ ആണ് എടുക്കുന്നത്. അതിലേക്ക് ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു ബട്ടർ പേപ്പറും വെച്ചു. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് മൈദ തൂകി ഒന്ന് തട്ടി കൊടുക്കണം കേട്ടോ. വെറുതെ ഓയിൽ മാത്രം ഗ്രീസ് ചെയ്തിട്ട് വെക്കരുത്, മൈദ തൂകി തട്ടി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഡാർക്ക് കളറാണെന്നുണ്ടെങ്കിൽ ഇത്രയധികം ചേർക്കണ്ട കേട്ടോ, കുറച്ചൊന്ന് കുറയ്ക്കാം. അത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. ഇതിപ്പം നന്നായിട്ട് തന്നെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മിക്കവാറും എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണ് കേക്ക് ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിൽ വല്ലാതെ ഒട്ടൽ വരുന്നു എന്നുള്ളത്. അതിൻ്റെ ഒരു കാരണമാണ് നമ്മൾ ഈ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോബ്ലം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ പഞ്ചസാര പൊടിച്ചത് ഇട്ടതിന് ശേഷം ഹൈ സ്പീഡിലിട്ട് പെട്ടെന്ന് അങ്ങ് പതപ്പിച്ചെടുക്കരുത്. വളരെ പതുക്കെ വേണം പതപ്പിച്ചെടുക്കാനായിട്ട്. അതായത് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് വേണം പതുക്കെ പതപ്പിച്ചെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ ആ പഞ്ചസാര നന്നായിട്ട് അതിലേക്ക് അലിഞ്ഞ് ചേരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് പതഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പഞ്ചസാരയുടെ തരികൾ എങ്ങനെ പൊടിച്ചാലും അത്രയും തരികൾ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നനവ് നന്നായിട്ട് വരികയും ചെയ്യും. അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പിന്നെ എത്ര സമയം ബീറ്റ് ചെയ്യണം എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഓരോ ബീറ്ററിനും വ്യത്യാസം ഉണ്ടാവും. നല്ല പവറുള്ള ബീറ്റർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലഫിയായി കിട്ടും. അല്ലാത്തതാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ സമയം ബീറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കരുത്. നമ്മൾ സമയം എടുത്ത് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് സ്പീഡിൽ തന്നെ ഇട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വൈറ്റ് കളർ ആവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കണം. അതാണ് അതിൻ്റെ ആ ഒരു പാകം. പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട, ഒരുപാട് അങ്ങ് ബീറ്റ് ചെയ്ത് ഫ്ലഫിയായി നമ്മൾ ആ ഒരു ഈ ബാറ്റർ ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഒഴുകി വരണം. അല്ലാതെ പത പോലെ ഇങ്ങനെ വീഴരുത്. അത് ഒരുപാട് ബീറ്റ് ചെയ്യുമ്പം അങ്ങനെ ആകും. അങ്ങനെ ആവരുത്. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കി പൊങ്ങി വന്നേച്ച് പിന്നെ അങ്ങ് താണു പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബീറ്റ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ് നമ്മൾ പലപ്പോഴും കേക്കിന് ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ഒരു സാധ്യത. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസില്ലേ, നേരത്തെ അരിച്ചു വെച്ച മൈദയുടെ കൂട്ട് ഒരു 3-4 പ്രാവശ്യമായിട്ട് പതുക്കെ അങ്ങ് സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ വിസ്ക് വെച്ച് പതുക്കെ അങ്ങ് തിരിച്ചങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വിസ്ക് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ, സ്പാച്ചുല വെച്ച് ചെയ്യുന്നതിലും കട്ടകളൊക്കെ നന്നായിട്ട് പെട്ടെന്ന് പോയി മിക്സ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കറക്കി മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതുപോലെ ഓരോ സെറ്റായിട്ട് അങ്ങ് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പലരും സംശയം ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, പൊടിയിട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബാറ്റർ അങ്ങ് കുറഞ്ഞു പോകുന്നുണ്ട്, എന്തുകൊണ്ടാണ്? അത് നമ്മൾ ഒരുപാട് കുത്തി ഇളക്കി മിക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പതയൊക്കെ പോയി അങ്ങ് താണു പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇതാ നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് പൊടി ഇടുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ബാറ്റർ കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഇളം ചൂടുള്ള അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള പാല് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാണ്. ഇനി നമുക്ക് ലാസ്റ്റ് സെറ്റ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാൽ ഒഴിക്കുന്നതൊക്കെ മുട്ടയുടെ സൈസിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളത് ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ആ ഒരു കൺസിസ്റ്റൻസി അതൊന്ന് നോക്കിയിട്ടൊന്ന് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനീഗർ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഈ വിസ്ക് കൊണ്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ സ്പാച്ചുല വെച്ച് ഇളക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല ഫ്ലഫി ആയിട്ട് തന്നെയാണ് ബാറ്റർ ഇരിക്കുന്നത്, അത് ഒട്ടും കുറഞ്ഞിട്ടൊന്നുമില്ല. ഇനി നമുക്കിതാ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്ക്വയർ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പം തട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ എയർ ബബിൾസ് ഒക്കെ ഇങ്ങനെ പോകുന്നതായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ എയറൊക്കെ കുടുങ്ങിയിട്ട് ഹോൾസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇപ്പോൾ നമുക്ക് ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പാണ് കേട്ടോ, സാധാരണ അലൂമിനിയം പാത്രമാണ്. അതിലൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്, ഒരു സ്റ്റീൽ പ്ലേറ്റും വെച്ചിട്ടുണ്ട്. പലരും ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഈ ഓവൻ സെറ്റപ്പിൻ്റെ സൈസ് എത്രയാണ്, എന്ത് പാത്രമാണെന്നൊക്കെ. അതിനെപ്പറ്റിയൊക്കെ ഓൾറെഡി ബേക്കിംഗ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഇനി നമുക്ക് ഈ ഒരു ഓവൻ സെറ്റപ്പിലേക്ക് നമുക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് ആയിട്ട് പ്രീ ഹീറ്റ് ചെയ്ത ഓവൻ സെറ്റപ്പാണ്. നമുക്ക് അടച്ചു വെച്ച് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കറക്റ്റ് 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ നല്ല സ്മെല്ല് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ, കറക്റ്റായിട്ടായിട്ടുണ്ട്. നമുക്ക് എടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടൊക്കെ. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇനി നമുക്ക് ഇതേ കേക്ക് ബാറ്റർ തന്നെ നമുക്ക് ഓവനിൽ ചെയ്തെടുക്കാം. ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഓവനിലൊന്ന് കേക്ക് ബേക്ക് ചെയ്ത് കാണിക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഓവൻ. അങ്ങനെ ഉപയോഗിക്കാറില്ല, വർക്ക് ഏരിയയിലാണ് ഇരിക്കുന്നത്. എപ്പോഴും നമ്മൾ ഓവൻ സെറ്റപ്പ് ആണല്ലോ ഉപയോഗിക്കുന്നത്. എല്ലാവരുടെ അടുത്തും ഓവൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓവൻ സെറ്റപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത് OTG ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതിലിപ്പോൾ 3 നോബുണ്ട്. ഏറ്റവും മുകളിൽ ടെമ്പറേച്ചറാണ്. അപ്പോൾ അത് നമുക്ക് 180 ഡിഗ്രിയിൽ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ മോഫി റിച്ചാർഡിൻ്റെ OTG ആണ്. അപ്പം ഇതിലെന്ന് പറയുന്നത് 150 കഴിഞ്ഞാൽ 200 മാർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം കണക്കാക്കി വേണം വെച്ച് കൊടുക്കാനായിട്ട്. നമുക്കറിയാലോ, നമുക്ക് 150 160 അങ്ങനെ നോക്കിയിട്ട് 180ൽ വെച്ചിട്ടുണ്ട്. തൊട്ട് താഴെയുള്ള നോബ് എന്ന് പറയുന്നത് കോയിലുകൾ ഏതൊക്കെ ചൂടാക്കണം എന്നുള്ളത് വെക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് താഴത്തെ കോയിൽ മാത്രം ചൂടാക്കിയാൽ മതി. അപ്പോൾ അതിനുവേണ്ടി താഴെ മാത്രമായിട്ട് വരയുണ്ടാവും. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ നോബ് തിരിച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഗ്രില്ല് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുകളിലും താഴെയും കൂടെ ചൂടാക്കുകയൊക്കെ ചെയ്യാം. ഇനി ഏറ്റവും താഴത്തെ നോബ് എന്ന് പറയുന്നത് ടൈമാണ്. അത് നമുക്കൊരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ വെച്ച് കൊടുക്കാം. കാരണം വോൾട്ടേജ് ഒക്കെ കുറവുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടൈം വെക്കണം കേട്ടോ. സന്ധ്യക്കൊക്കെയാണ് കേക്ക് ബേക്ക് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ സമയം വെക്കണം, ചൂടായി വരാൻ ടൈം എടുക്കും. ഇനി അത് അവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് ബാറ്റർ റെഡിയാക്കട്ടെ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതാ അതേപോലെ തന്നെ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ എല്ലാം റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പം പഞ്ചസാര പൊടിച്ചതും ഇട്ട് ഉള്ള ഒരു പരുവാണ്. ഇനി ഞാൻ ഇതിലേക്ക് ജസ്റ്റ് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ടെക്സ്ചർ നമുക്കൊന്ന് മനസ്സിലാക്കാമല്ലോ. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അത് ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ബാക്കിയെല്ലാം അതേപോലെ തന്നെ പൊടിയൊക്കെ ഇട്ട് എടുക്കട്ടെ. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വിനീഗറും ഒഴിച്ചു. ഇനി നമുക്ക് അതേ ട്രേയിലേക്ക് 6 ഇഞ്ചിൻ്റെ ട്രേയിലേക്ക് തന്നെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എല്ലാം നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓവനോടെ മണിയടിച്ചു, ഓഫായിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റൊക്കെ കണക്കാക്കിയിട്ടാണ് ഞാൻ ഇതൊക്കെ റെഡിയാക്കിയത്. നമുക്ക് ഓവൻ തുറക്കാം. നല്ല ചൂടായിരിക്കുന്ന ഓവനാണ്. അതിലേക്ക് നമുക്ക് താഴത്തെ റാക്കിൽ വെച്ച് കൊടുത്താൽ മതി. നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് അതേപോലെ തന്നെ വേറെ ഒരു സെറ്റിങ്ങും മാറ്റണ്ട, താഴത്തെ ടൈം മാത്രം മാറ്റി കൊടുക്കുക. ഞാനൊരു 30 മിനിറ്റ്സ് ആണ് വെക്കുന്നത്. എപ്പോഴും എനിക്ക് ഓവൻ സെറ്റപ്പിനെ കഴിഞ്ഞും കുറച്ച് കൂടുതൽ ടൈം എടുക്കാറുണ്ട് ഈ OTGയിൽ. കാരണം ഇത് കുറച്ച് വലിയ ഓവനാണ്. അപ്പോൾ വലിയ ഓവനിൽ കുറച്ച് ചെറിയ പാത്രമല്ലേ വെക്കുന്നത്, അപ്പോൾ കുറച്ച് കൂടുതൽ ടൈം എടുക്കും. അത്രയും ഒരു വിസ്താരം ഉണ്ടല്ലോ. നമ്മുടെ ഓവൻ സെറ്റപ്പിനെ കഴിഞ്ഞും വലുതാണ് ഈ ഒരു ഓവൻ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഓവൻ്റെ ടൈം നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല, ഓരോ ഓവനും വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഓവനാണോ ഉള്ളത് അതിനനുസരിച്ച് ട്രയൽ ആൻഡ് ടെറർ മെത്തേഡിലൂടെ ഉണ്ടാക്കി നോക്കി 1-2 പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴത്തേക്കും മനസ്സിലാവും എത്ര ടൈം എടുക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അതേ ടൈമിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഇപ്പം 30 മിനിറ്റ് ആയപ്പോൾ കേക്കിൻ്റെ നല്ല മണം വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അത് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഓവനിൽ ചെയ്യുന്നവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത്. ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കിയാൽ വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി അപ്പം തന്നെ അങ്ങ് അടച്ചാൽ മതി. അപ്പോൾ കാണാനൊക്കെ അതേപോലെ തന്നെയാണ് ഇട്ടുള്ളത്, വ്യത്യാസമൊന്നും കാണാനില്ല. നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി എനിക്ക് കുറച്ച് കുഞ്ഞു മക്കളുണ്ട്, ഓവനും ബീറ്ററും ഒന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്നവർ. അപ്പോൾ അവരൊക്കെ മിക്സിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് മിക്സിയിൽ, ഈ ഒരു ഒട്ടും ഓയിലില്ലാത്ത തരത്തിൽ. അപ്പോൾ നമുക്കത് എങ്ങനെ ആവുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഉണ്ടാക്കി നോക്കാം.
പൊടിയൊക്കെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലേക്ക് വാനില എസൻസ് ഒഴിച്ച് നമുക്ക് നന്നായിട്ടങ്ങ് അടിച്ച് പതപ്പിക്കാം. ഇപ്പം അടിച്ച് പതപ്പിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര അത് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നല്ലപോലെ അങ്ങ് അടിച്ച് പതപ്പിച്ചെടുത്തതാണ്. ഇതിൽ ഞാൻ ഓയിൽ ചേർക്കുന്നില്ല. അപ്പോൾ മിക്സിയിൽ ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓയിൽ ചേർത്തിട്ട് എപ്പോഴും ചെയ്യുന്നതാണല്ലോ, അതുകൊണ്ടാണ് തൊട്ട് ഓയിലില്ലാതെ ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ആദ്യം ചെയ്ത് അതേപോലെ തന്നെ പൊടിയൊക്കെ മിക്സ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വിനീഗർ നമുക്ക് 1/2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത് കുറഞ്ഞു പോകരുത്. മിക്സിയിൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഒഴിക്കണം. അതും ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയിൽ ചെയ്യുമ്പോൾ എന്തായാലും ബീറ്റർ കൊണ്ട് അടിക്കുന്ന പോലെ അത്രയും ഫ്ലഫി ആവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 5 ഇഞ്ചിൻ്റെ ട്രേയിൽ വെച്ചാൽ മതി. അതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ എപ്പോഴും ചെയ്യുന്ന പോലെ പ്രീ ഹീറ്റ് ചെയ്തിരിക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് തന്നെയാണ് നമുക്കത് അടച്ചു വെച്ച് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും കറക്റ്റ് 20 മിനിറ്റായി. ഞാൻ തുറന്ന് നോക്കുകയാണ്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കളറും ഒക്കെ ഉണ്ട്. വേറെ ഒരു വ്യത്യാസവും തോന്നുന്നില്ല. സ്ക്വയർ വെച്ച് കുത്തി നോക്കിയാണ്. ഒന്നും പറ്റിപ്പിടിച്ചിട്ടില്ല. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ 3 കേക്കുകളും റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഒരേ ബാറ്ററിൽ 3 തരത്തിൽ ചെയ്തിട്ടുള്ള കേക്കുകളാണ്. ഇതിപ്പം നമ്മൾ ആദ്യം ഓവൻ സെറ്റപ്പിൽ ചെയ്തിട്ടുള്ള കേക്കാട്ടോ. നല്ല സോഫ്റ്റാണ്. നമ്മൾ തൊടുന്ന സമയത്ത് കണ്ടോ നന്നായിട്ട് കുഴിഞ്ഞു പോകുന്നുണ്ട്. നല്ല സോഫ്റ്റ് ഫ്ലഫി ആയിരിക്കുന്ന കേക്കാണ്. പിന്നെ ഇത് ബീറ്റർ കൊണ്ട് തന്നെ അടിച്ച് ഓവനിൽ വെച്ച കേക്കാണ്. ഇതും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കുന്നത് കേട്ടോ. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാണാനായിട്ട് ഒരേപോലെ തന്നെ ആയിരിക്കുന്നത്. ഹൈറ്റ് ഒക്കെ ഒരേപോലെ, ഒരേ ട്രെയിലാണല്ലോ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരേ ഹൈറ്റ് തന്നെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഓവൻ ഇല്ലാത്തവർ ഒരു കാരണവശാലും ഓവൻ ഇല്ലല്ലോ അതൊന്നും വിഷമിക്കേണ്ട. ഇപ്പം ഒരുപാട് കേക്കുകളൊക്കെ ഒരുമിച്ചൊക്കെ കേക്ക് സെയിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ മാത്രം ഓവൻ വാങ്ങിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഓവൻ സെറ്റപ്പ് തന്നെ ധാരാളം. ഞാൻ കേക്ക് സെയിൽ ചെയ്തിരുന്നതൊക്കെ ഈ ഓവൻ സെറ്റപ്പിൽ വെച്ച് തന്നെയായിരുന്നു. ഇനി നമ്മൾ എല്ലാവർക്കും ചെയ്യാനായിട്ട് മിക്സിയിൽ ചെയ്തിട്ടുള്ള ഓയിൽ ഫ്രീ കേക്കാണ്. സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നമ്മുടെ ബീറ്റർ കൊണ്ട് അടിച്ചതിൻ്റെ അത്രയും ഒരു സോഫ്റ്റ്നെസ് ഇല്ല കേട്ടോ. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കിനി കട്ട് ചെയ്യുമ്പം എങ്ങനെയാണെന്നും കൂടെ നോക്കാം. ഹൈറ്റ് ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ആദ്യം ബീറ്റർ കൊണ്ട് അടിച്ച് ഓവൻ സെറ്റപ്പ് ഉണ്ടാക്കിയതാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട്. ഇനിയും ഇതിലും കൂടുതൽ ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ 5 ഇഞ്ചിൻ്റെ ട്രേയിൽ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ സൈഡിലും കൂടെ വെച്ച് അങ്ങ് കുറച്ച് പൊക്കി കൊടുക്കണം. ചിലപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ചാടി പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആട്ടോ. നല്ല പഞ്ഞിക്കുട്ടം പോലത്തെ കേക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ്. അതവിടെ മാറ്റി വെക്കാം. നമുക്ക് അടുത്ത ഓവനിൽ ബേക്ക് ചെയ്തതും കൂടെ കട്ട് ചെയ്യാണ്. ഇതും നല്ല സോഫ്റ്റ് തന്നെയാണ്. അതേപോലെ തന്നെ ഇരിക്കുന്നു. ഇത് രണ്ടും ഒരേപോലെ ടെക്സ്ചറൊക്കെ സോഫ്റ്റ്നെസ് ഒക്കെ. ഇത് നമ്മുടെ മിക്സിയിൽ ഉണ്ടാക്കിയതും കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. 3ഉം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 3 ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ആദ്യം ഓവനിൽ ഉണ്ടാക്കിയതാണ് ടേസ്റ്റ് ചെയ്യുന്നത്. പെർഫെക്റ്റ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. കറക്റ്റ് ആ ഒരു സോഫ്റ്റ്നെസ്സും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണുള്ളത്. ഇനി നമ്മുടെ ഓവൻ സെറ്റപ്പ് നല്ല പഞ്ഞിക്കുട്ടൻ കേക്ക് തന്നെയാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. രണ്ടും ടേസ്റ്റ് സെയിം തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. പക്ഷേ ചെറിയ ഒരു ഓയിലില്ലാത്തതിൻ്റെ ആ ഒരു ഡ്രൈനെസ് കഴിക്കുമ്പം ചെറിയതായിട്ട് വളരെ മൈന്യൂട്ടായിട്ട് വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. കേക്ക് സോക്കൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അങ്ങനെ മനസ്സിലാവുമൊന്നുമില്ല. രണ്ടും കൂടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു ചെറിയൊരു ഡിഫറൻസ് തോന്നുന്നുള്ളൂ. അത് ഓയിലിൻ്റെ ഇത് മാത്രമാണ്. ഇത് നമ്മളടുത്ത് മിക്സിയിൽ ചെയ്തതാണ്. കഴിച്ച് നോക്കട്ടെ. ടേസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷേ കുറച്ച് ഹാർഡാണ് കേട്ടോ. സോഫ്റ്റ്നെസ് ഉണ്ടെങ്കിലും ബീറ്റർ കൊണ്ട് ചെയ്തതിലും ഡ്രൈനെസ് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിക്സിയിൽ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യില്ലേ ഓയിലൊക്കെ ഒഴിച്ചിട്ട് ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്താൽ മതി. അത് തന്നെയാണ് ബെസ്റ്റ്. ഇനി തീരെ ഓയിലൊന്നും കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ചെയ്യുന്നതിനൊരു പ്രശ്നമൊന്നുമില്ല. കഴിക്കുന്നതിനും അത്രയ്ക്ക് വലിയൊരു പ്രോബ്ലം ഒന്നും ഇല്ല. എന്നാലും നമ്മൾ കേക്കൊക്കെ സെറ്റ് ഒക്കെ എടുക്കാനാണെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ട് തന്നെ ചെയ്യുകയാണ് നല്ലത് മിക്സിയിൽ ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ ഈ ഒരു മിക്സിയിൽ അടിച്ചിട്ടുള്ള കേക്കിന് വിനീഗർ കൂടുതൽ ചേർത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒട്ടും അറിയുന്നത് പോലും ഇല്ല കേട്ടോ. വിനീഗർ ചേർത്തിട്ടുണ്ടെന്ന് പോലും അറിയുന്നില്ല. അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ കേക്ക് പരീക്ഷണങ്ങൾ. ഇത് മാത്രമല്ല കേട്ടോ, വേറെയുണ്ട്. ഇതൊക്കെ ഇതിനു മുമ്പ് ചെയ്ത് നോക്കി പലതരത്തിൽ മാറ്റിയൊക്കെ ചെയ്ത് നോക്കിയ കേക്കുകളാണ് ഇതൊക്കെ. ഒന്നും കൂടി ഉണ്ട്.
ഞാൻ ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചതാണ്. നല്ല സോഫ്റ്റ് കേക്ക് തന്നെയാണ്, പക്ഷെ നടുഭാഗം ഇച്ചിരി കുഴിഞ്ഞു പോയി. കുറച്ച് അങ്ങനെ എന്താ പറയുക, ട്രയൽ ആൻഡ് എററിലൊക്കെ ഓരോന്നൊക്കെ മാറ്റി മാറ്റി ചെയ്തപ്പോൾ വന്നതാണ്. കഷ്ണങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ നമ്മുടെ ആ ഒരു ടെക്സ്ചറും ആ ഒരു എല്ലാം ഒന്ന് കറക്റ്റായി വരണമല്ലോ, പെർഫെക്ഷൻ വേണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ചെയ്തിട്ടുള്ള കേക്കുകളാണ് ഇതെല്ലാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.